അച്ചു. വാതിലെ കൊട്ടിക്കൊണ്ടുള്ള വിളി കേട്ടപ്പോൾ ജെനി അച്ചുവിന്റെ കയ്യിൽ നിന്നും കുതറി. അച്ചു. വീണ്ടും വിളിച്ചപ്പോൾ അച്ചു നിരാശയുടെ മുഖം ഉയർത്തി. അവന്റെ മുഖം കണ്ട് ജെനിക്ക് ചിരി വന്നെങ്കിലും അവൾ കടിച്ചു പിടിച്ചു. മനുഷ്യനെ സമാധാനമായിട്ട് റൊമാൻസിക്കാനും സമ്മതിക്കില്ല. വെറുപെടുത്തുകൊണ്ട് അവൻ ഡോർ തുറന്നു. ഏട്ടത്തിയോ? എന്താ ഏട്ടത്തി? ജാനിയെ കണ്ട് അവൻ ചോദിച്ചു. ഇതാ അവളുടെ മെഡിസിനാണ്, ഇത് തരാൻ വന്നതാണ്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ മറക്കരുത് കേട്ടോ. അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് അച്ചുവിന്റെ കൈ കൊടുത്ത് അവൾ പറഞ്ഞു. ആ ഏട്ടത്തി, ഓർമ്മയുണ്ട്. അവളെവിടെ? ഫ്രഷായി വന്നിട്ടുണ്ട് ദോ. അവൻ അകത്തേക്ക് ചൂണ്ടി കാണിച്ചു. ആ, 2 പേരും കഴിക്കാൻ വാ എന്നാ, ഞാൻ പോട്ടെ. അവനോട് പറഞ്ഞ് ജാനി താഴേക്ക് പോയി. അച്ചു വാതിലടച്ച് ജെനിയുടെ അടുത്തേക്കും പോയി. ഇതെന്താ? അവന്റെ കയ്യിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ഇത് നിന്റെ മരുന്ന് ഏട്ടത്തി കൊണ്ടുവന്ന് തന്നതാണ്. ജെനി ഒന്ന് മൂളി. സിന്ദൂരം തൊടാൻ സിന്ദൂരച്ചപ്പ് എടുത്തപ്പോ അച്ചു അത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. ജെനി സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി. എന്റെ പെണ്ണി, ഞാൻ തൊട്ടു തരില്ലേ? അവളെ ചേർത്ത് പിടിച്ച സീമന്തരേഖയെ ചുണ്ടു ചേർത്ത് അവൻ പറഞ്ഞപ്പോൾ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. താഴേക്ക് പോവാം? അവളെ നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ പോവാമെന്ന് തലയാട്ടി. 2 പേരും താഴേക്ക് പോകാൻ വേണ്ടി മുറിയിൽ നിന്നും ഇറങ്ങി. സ്റ്റെപ്പിന്റെ അവിടെ എത്തിയപ്പോൾ അച്ചു ഒന്ന് നിന്ന് ജെനിയെ നോക്കി. എന്താ? അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾ ചോദിച്ചു. നീ എങ്ങനെ ഇറങ്ങും? ബാൻഡേജ് അല്ലേ കാലില്? അതിനെന്താ, ഞാൻ പതിയെ ഇറങ്ങിക്കോളാം. അത് വേണ്ട, വേദന എടുത്താലോ? ഞാൻ എടുക്കാം. എന്ത് വേദനയോ? പൊടി, നിന്നെ ഞാൻ എടുക്കാം. എനിക്ക് തോന്നിയിരുന്നു ഇതാണ് ഉദ്ദേശമെന്ന്. തോന്നിയാലോ? അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. അച്ചു അവളെ കോരിയെടുത്തു. എന്താ ഇത്? എന്നെ ഇറക്കിക്കേ, ഞാൻ ഇറങ്ങിക്കോളാം. വേദന ഒന്നുമില്ല ഇപ്പോ. ജെനി കുതറിക്കൊണ്ട് പറഞ്ഞു. അടങ്ങിക്കിടക്കടി, ഞാൻ എടുത്തില്ലേ, ഇനി താഴെ പോയി ഇറങ്ങാം. അച്ചു അവളെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി. അവർ ചെല്ലുമ്പോൾ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ സെറ്റിയെക്കൊണ്ടിരുത്തി. ആ, വന്നോ നിങ്ങള്? വേദന ഉണ്ടോ മോളെ ഇപ്പോ? സീത ജെനിയുടെ അടുത്ത് വന്നിരുന്നു ചോദിച്ചു. ഇല്ലമ്മ, ഈ ഏട്ടന്റെ ഭ്രാന്താണ് ഇതൊക്കെ ചുറ്റിയിരിക്കുന്നത്. അച്ചുവിനെ നോക്കി ജെനി സീതയോട് പറഞ്ഞു. അല്ലാണ്ട് നിന്റെ കാലം നീര് വന്നിട്ടല്ല, മരുന്നൊക്കെ കറക്റ്റ് കുടിക്കണം കേട്ടല്ലോ, പെട്ടെന്ന് മാറണ്ടേ? അങ്ങോട്ട് വന്ന് മനു പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്റെ ആകെയുള്ള കല്യാണം അടിച്ചു പൊളിച്ചത് കൊണ്ട് കാലുവേദന എടുത്തതല്ലേ. മനുവിനെ നോക്കി വളിച്ച ചിരിച്ചിരിച്ചു അവൾ പറഞ്ഞു. അപ്പൊ നിനക്ക് അറിയാം. അവളുടെ അടുത്തേക്ക് ജാനി വന്നു. പിന്നെ അറിയാണ്ട്, അത്രയ്ക്ക് അടിപൊളി ആക്സിഡന്റ് ആയിരുന്നില്ലേ, അപ്പൊ പിന്നെ വേദന പെട്ടെന്നൊന്നും മാറില്ലല്ലോ. ഇളിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ അച്ചു അവളെ തുറച്ചു നോക്കി. സ്വിച്ചിട്ട പോലെ അവളുടെ ഇളിയിൽ നിന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അടങ്ങിയിരുന്നോണം. ഞങ്ങൾ ഡോക്ടർമാർ അധികമാണ് ഇവിടെ, ഓർമ്മയുണ്ടാവണം നിനക്ക്. ചന്ദ്രനും കൂടി വന്നപ്പോ പൂർത്തിയായി. എന്റെ വാവ വന്നോട്ടെ, എല്ലാ ഡോക്ടർമാരെ ഞങ്ങൾ വട്ടം കറക്കും, അല്ലേ വാവേ? ജാനിയുടെ വയറിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാവരെയും നോക്കി. എടി, എന്റെ കൊച്ചിനെ നീ നിന്നെപ്പോലെ ആക്കുമോ? മനു അവളോട് ചോദിച്ചു. ഉറപ്പല്ലേ? ജെനി അവനെ നോക്കി. എന്നാ കൊല്ലും നിന്നെ ഞാൻ. ഒന്ന് പോയേട്ടാ, തമാശ പറയാതെ. മനുവിന്റെ ഭീഷണിയെ ജെനി മുളയിലേ നുള്ളി. സ്വന്തം വേദന മറന്ന് എല്ലാവരോടും കളിച്ചു ചിരിച്ച് സംസാരിക്കുന്ന ജെനി അച്ചു ഇമ്മ വെട്ടാതെ നോക്കിയിരുന്നു. ഡാടാ, മതിയടാ, ഒന്നാമതേ വയ്യ അവൾക്ക്, അതിന്റെ ഇടയിൽ നീയും കൂടി അവളുടെ ചോര ഊറ്റാതെ. അച്ചുവിനെ കേൾക്കാൻ പാകത്തിന് മനു പറഞ്ഞു. എന്റെ കണ്ണ്, എന്റെ പെണ്ണ്, ഞാൻ നോക്കും. ഏട്ടൻ വേണേ ഏട്ടത്തെ നോക്കിക്കോ. മനുവിനെ പുച്ഛിച്ചുകൊണ്ട് അച്ചു വീണ്ടും ജെനിയെ നോക്കിയിരുന്നു. അവനെ ചൊറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ മനു ജാനിയെ നോക്കിയിരുന്നു. 2 മക്കളുടെയും കാര്യമായ വായനോട്ടം കണ്ട് സീതയും ചന്ദ്രനും തലയ്ക്ക് കൈ കൊടുത്തു. വൈകിട്ട് വസുവും മഹിയും കൂടി വന്നപ്പോൾ ഡോക്ടർമാരുടെ മീറ്റിംഗിനിടയിൽ പെട്ടുപോയ അവസ്ഥയായിരുന്നു ജെനിയുടേത്. അവരെന്തെല്ലാമോ പറയുന്നു. ജെനിക്കാണ് ഒന്നും മനസ്സിലാവുന്നുമില്ല. എണീറ്റ് പോവാനും കോലയില്ല. പാവം, അവരുടെ വായിൽ നോക്കി അവിടെ തന്നെ ഇരുന്നു. അവരെല്ലാം സംസാരത്തിൽ മുഴുകിയപ്പോൾ ജെനി പതിയെ അവളുടെ കാലിൽ ബാൻഡേജ് അഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അച്ചു കാണുന്നുണ്ടോ എന്ന് ഒളി കണ്ടിട്ട് നോക്കിയിരുന്നു. അച്ചു കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ അത് ഊരിയെടുത്തു. അവളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ബാൻഡേജ് അവിടെ ഇട്ട് അവിടെ നിന്ന് എണീറ്റ് പതിയെ സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് പോയി. അല്ലേ ജെനി? മനു എന്തോ പറഞ്ഞ് ജെനിയെ വിളിച്ച് തിരിഞ്ഞതും ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. അവന്റെ കണ്ണിൽപ്പെട്ട ബാൻഡേജ് അവൻ കയ്യിലെടുത്തു. അച്ചു. അവൻ അച്ചുവിനെ വിളിച്ചു. അച്ചുവിനെ വിളിച്ചപ്പോ അച്ചു അടക്കം എല്ലാവരും അവനെ നോക്കി. നിന്റെ പെണ്ണുമ്പിള നേരത്തെ പോയി, ദാ ഇതും അഴിച്ചെടുത്തിട്ടുണ്ട്. കയ്യിലെ ബാൻഡേജ് കാണിച്ച് അവൻ അച്ചുവിനോട് പറഞ്ഞു. ഈ പെണ്ണ്. വസു തലയ്ക്ക് കൈ കൊടുത്തു. ഞാൻ ഇപ്പൊ വരാം. അച്ചു അവിടെ നിന്ന് എണീറ്റ് മുറിയിലേക്ക് പോയി. അച്ചു ചെല്ലുമ്പോൾ ജെനി മുറിയിൽ ഉണ്ടായിരുന്നില്ല. ബാൽക്കണി ഡോർ തുറന്നിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് ചെന്നു. അവിടെ കണ്ണടച്ച് കൈകെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന ജെനി അവൻ കണ്ടു. അച്ചു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. ജെനി ഞെട്ടി കണ്ണു തുറന്നു. നീ എന്തിനാ ബാൻഡേജ് അഴിച്ചത് ജെനി? അവളുടെ തോളിൽ താടി വെച്ച് അവൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അച്ചുസേ, അതുകൊണ്ട് അഴിച്ചതല്ലേ. അവന്റെ കവിളിൽ കൈവെള്ള ചേർത്ത് വെച്ച് അവൾ പറഞ്ഞു. നാളെ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോവില്ലേ? എന്നിട്ട് അഴിച്ചാ പോരായിരുന്നില്ലേ ജെനി?
ഇതിപ്പോ സ്റ്റെപ്പ് കയറും കൂടെ ചെയ്തതുകൊണ്ട് ഇനി റിക്കവർ ആവാൻ ടൈം എടുക്കില്ലേ? അവളുടെ ഇടുപ്പിൽ പിച്ചി ശാസനയോടെ അവൻ പറഞ്ഞു. ഇങ്ങനെ പേടിക്കാതെ ഡോക്ടറെ, ഞാൻ ഓക്കെയാണ്. പുഞ്ചിരിയോടെ അവൾ അവനോട് പറഞ്ഞപ്പോൾ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളോട് ചേർന്നവൻ നിന്നു. നറു പുഞ്ചിരിയോടെ അവളും. നമുക്കൊന്ന് അമ്പലത്തിൽ പോവാ അച്ചുവേട്ടാ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അച്ചുവിനോട് അവൾ ചോദിച്ചു. പോവാലോ? അവളുടെ കവളി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് മൂളി. അതെ ജെനി. അവളുടെ കാതിൽ പതിയെ ഊതി അവൻ അവളെ വിളിച്ചു. അവന്റെ നിശ്വാസം തട്ടി കോരിത്തരിച്ചപ്പോൾ അവൾ പോലും അറിയാതെ മൂളി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ജെനി അവന് നേരെ തിരിഞ്ഞു നിന്നു. അച്ചു അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ വെള്ളാരം കണ്ണുകളിലും അവളുടെ മൂക്കുത്തിയിലും ചുണ്ടു ചേർത്തു. അവൾ ഒരു പുഞ്ചിരിയോടെ കണ്ണടച്ച് അവന്റെ ചുംബനങ്ങൾ സ്വീകരിച്ചു. ഇത് ചോദിക്കലാണോ? ജെനി അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചു. ചോദിക്കാടി, കിടന്ന് പിടയ്ക്കാതെ. അവളുടെ കവളി തള്ളവിരൽ കൊണ്ട് തഴുകി അവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ രണ്ടുപേരും കുറച്ചു സമയം മുഖത്തോട് മുഖം നോക്കി നിന്നു. ജെനി. അച്ചു അവളെ വിളിച്ചു. അവളൊന്ന് മൂളി. ഇനി ഞാൻ കാത്തിരിക്കണോ? പതിഞ്ഞ സ്വരത്തിൽ ആദരമായി അവൻ അവളോട് ചോദിച്ചപ്പോൾ അവളൊന്ന് വിറച്ചു. അവനത് അറിയുകയും ചെയ്തു. പറയ്, സമയം വേണോ നിനക്ക്? നീ പൂർണ്ണമായും പൊരുത്തപ്പെടുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ജെനി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അച്ചു അവളെ ചേർത്ത് പിടിച്ചു. അമ്പലത്തിൽ പോവാൻ രണ്ടുപേരും ഒരുങ്ങി. ജെനി ഒരു ഓഫ് വൈറ്റ് സൽവാറാണ് ഇട്ടിരുന്നത്. മുടിയെല്ലാം പിന്നിക്കെട്ടി മുന്നിലേക്കിട്ടു. വെള്ള സ്റ്റോൺ പൊട്ട് തൊട്ടു. സിന്ദൂരോ കഴുത്തി താലിയും മാത്രം. കണ്ണ് ലൈറ്റായി എഴുതി. അവള് റെഡിയായി. അച്ചു ഒരു പിസ്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് ഉടുത്തിരുന്നത്. താടിയും മുടിയുമെല്ലാം ചീക്കി ഒതുക്കി അവനും അമ്പലത്തിൽ പോവാൻ റെഡിയായി. ജെനിയും കാത്ത് ഹാളിലെ സോഫയിലിരുന്നു. സിന്ദൂരു അവന്റെ താലി അണിഞ്ഞിറങ്ങി വരുന്ന അവളെ അവൻ ഒരു നിമിഷം നോക്കിയിരുന്നു. പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന അവളെ കണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു. എല്ലാവരോടും പറഞ്ഞ് രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയി. ഭഗവാന്റെ മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്ന ജെനിയെ അച്ചു ഇമ്മ വെട്ടാതെ നോക്കി നിന്നു. അതെ, എന്റെ മുഖത്തല്ല, അങ്ങോട്ട് നോക്ക്. കണ്ണു തുറക്കാതെ തന്നെ ജെനി അവനോട് പറഞ്ഞു. നിനക്ക് മനസ്സിലായല്ലേ? ഇളിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. കളിക്കാതെ പ്രാർത്ഥിക്കാൻ നോക്കച്ചുവേട്ടാ. ജെനി അവനോട് പറഞ്ഞു. പുഞ്ചിരിയോടെ അവനും ഭഗവാനെ തൊഴുതു. ഇലച്ചീന്തിൽ നിന്നും പരസ്പരം ചന്ദനം തൊട്ട് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. 2 ദിവസം കഴിഞ്ഞ് അച്ചുവും ജെനിയും കൂടി ഹോസ്പിറ്റലിൽ പോയി. ജെനി ഇപ്പോൾ ഉഷാറായി. കുഴപ്പമൊന്നുമില്ല. അവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പോലും പറയില്ല. അത്രയ്ക്ക് വട്ടം ചുറ്റിക്കുന്നുണ്ട് അച്ചുവിനെ. അതെ, അടങ്ങിയാ നിനക്ക് കൊള്ളാം, അല്ലെ നീ കൊള്ളും, കേട്ടല്ലോ. ജെനിയെ കോളേജിലേക്ക് ആക്കാൻ വന്നതാണ് അച്ചു. അവൾ ഇറങ്ങുന്നതിന് മുമ്പ് കാറിൽ നിന്ന് ഉപദേശിക്കുകയാണ് അവൻ. ആരോടാ പറയണേ? അവൻ പറയുന്നതെല്ലാം അവൾ തലയാട്ടുന്നുണ്ട്. എന്ത് പറഞ്ഞാലും തലയാട്ടിക്കോണം. ഞാൻ പറഞ്ഞത് കേട്ടോ നീ? ഇനി അടി ഉണ്ടാക്കരുതെന്ന് അച്ഛൻ വീണ്ടും അവളോട് പറഞ്ഞു. ഓ, കേട്ട്. ജെനി അവനെ നോക്കി ചുണ്ടുകൊട്ടി. എന്നാ നിനക്ക് കൊള്ളാം. അവള് ഡോർ തുറക്കാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അച്ചു അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ? അവനെ അവള് നോക്കി. ഒരു ഉമ്മ തന്നിട്ട് പോകൂട്ടി. നീ പോടാ പട്ടി. ഡീ പോടാ. ജെനി അവനെ നോക്കി ചുണ്ടുകൊട്ടി ഡോർ തുറന്നിറങ്ങി. വൈകിട്ട് ഞാൻ വരാം. ഗ്ലാസ് താഴ്ത്തി അച്ചു അവളോട് പറഞ്ഞു. ആ. ജെനി വീണ്ടും തലയാട്ടി. എന്ത് പറഞ്ഞാലും തലയാട്ടിക്കോണം. അവളെ കളിയാക്കി തലയാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ജെനി അവനെ നോക്കി കൊഞ്ഞനം കുത്തി. അത് കണ്ട് അവനൊരു ചിരിയോടെ അവൾക്ക് ഒരു ഫ്ലൈയിങ് കിസും കൊടുത്ത് വണ്ടി എടുത്തു പോയി. പുഞ്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി അവൾ നിന്നു. പിന്നെ അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. നീ എന്താടി വൈകി? പാച്ചു ജെനിയോട് ചോദിച്ചു. നിങ്ങളുടെ ആളിയന്റെ ഉപദേശം കഴിയണ്ടേ? ജെനി അവരെ നോക്കി പറഞ്ഞു. നിന്നെ എന്തുപദേശിക്കാൻ? എബി കണ്ണും തള്ളി അവളെ നോക്കി. അടിയുണ്ടാക്കരുതെന്ന് വിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോ 3 പേരും തലയ്ക്ക് കൈ കൊടുത്തു. നീ നന്നാവാൻ പോകുന്നില്ലെന്ന് അളിയനും അറിയാം. പിന്നെ എന്തിനാ അങ്ങനെ ചുമ്മാ വായിലെ വെള്ളം കളഞ്ഞേ? അഞ്ചു ആലോചനയോടെ ചോദിച്ചു. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതിയിട്ടുണ്ടാവും. ചിരിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞപ്പോ ജെനി അവനെ നോക്കി ചുണ്ടുകൊട്ടി. നീ നന്നാവുമോ ജെനി? ഹെബി അവളോട് ചോദിച്ചു. കുറച്ച് നന്നാവാ, ജെനി അവരെ നോക്കി പറഞ്ഞു. ഓവ്, വാ ക്ലാസ്സിലേക്ക് പോവാം. പാച്ചു അവളെ വിളിച്ചു. എങ്ങോട്ട്? 3 പേര് കണ്ണു തള്ളി അവനെ നോക്കി. സോറി, അക്ഷരം മാറിപ്പോയി. ക്യാൻറ്റീനിലേക്ക് പോവാം. ഇളിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞു. ആ, അങ്ങനെ പറ, ഞാൻ പേടിച്ചു പോയി. അഞ്ചു നെഞ്ചി കൈവച്ച് പറഞ്ഞപ്പോ 3 പേരും ചിരിച്ചു. താലിയും സിന്ദൂരവും അണിഞ്ഞു വരുന്ന ജെനിയെ എല്ലാവരും അതിശയത്തോടെ നോക്കി. ജെനി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? ഒരുത്തി അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു. ആടാ, ഇത്ര പെട്ടെന്ന് കല്യാണം ഉണ്ടാവുമെന്ന് ഞാനും കരുതിയില്ല. പക്ഷെ ചേച്ചി സിന്ദൂരം കൂടി അണിഞ്ഞപ്പോ ഒന്നുകൂടെ സുന്ദരിയായില്ലേ? വിടർന്ന കണ്ണുകളോടെ ജെനിയെ നോക്കി ആ കുട്ടി പറഞ്ഞു. ആ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി. എന്റെ ഏട്ടന് വേണ്ടി ചോദിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നടി. ഒക്കെ പോയില്ലേ? എന്തായാലും ചേച്ചിയെ കെട്ടിയ ആൾ ഭാഗ്യവാനാണ്. അവർ കൂട്ടുകാർ തമ്മിൽ ജെനിയെപ്പറ്റി സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് മറ്റൊരു കുട്ടി ഓടി വന്നത്. എടാ, നിങ്ങൾ കണ്ടു ജെനി ചേച്ചിയെ?
കിതച്ചുകൊണ്ട് ആ കുട്ടി ചോദിച്ചു. ആ കണ്ടല്ലോ, കല്യാണം കഴിഞ്ഞില്ലേ? എടി, ചേച്ചിയുടെ ലവ് മാരേജ് ആണത്രേ. ആ കുട്ടി പറഞ്ഞപ്പോ കൂട്ടുകാരികൾ രണ്ടും വാ തുറന്നു. സത്യാണോ? ആ, പാർത്ഥൻ ചേട്ടൻ പറയുന്നത് കേട്ടതാണ്. ഹസ്ബൻഡ് ഡോക്ടറാണത്രേ. ചേച്ചി ഇപ്പൊ വന്നത് ഹസ്ബൻഡിന്റെ കൂടെ ആണെന്നൊക്കെ പാർത്ഥൻ ചേട്ടൻ പറയുന്നത് കേട്ടു. ആ ചേട്ടനൊന്ന് കാണാമായിരുന്നു അല്ലേ? എനിക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ഹീറോയിന്റെ ഹീറോയെ കാണാൻ. വൈകിട്ട് ചേച്ചിയെ പിക്ക് ചെയ്യാൻ വരുമായിരിക്കും, അപ്പൊ കാണാം. ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അവര് 3 കൂട്ടുകാരികളും അവരുടെ ചർച്ച അവസാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞെന്ന് കരുതിയോ അച്ചു ഉപദേശിച്ചെന്ന് കരുതിയോ ജെനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് പതിവ് പോലെ ഇടയ്ക്കിടെ ക്യാൻറ്റീനിൽ പോയി മത്തായിച്ചനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. വൈശാഖ് ഇല്ലാത്തതുകൊണ്ട് അടിയൊന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് അവർ 4 പേരും ബത്ലഹേമയിലേക്ക് പോയി. ആനിയമ്മയുടെ കൂടെ കുറച്ചുനേരം ചിലവഴിച്ചു. ആനിയമ്മയുടെ കൂടെ അഖിലയ്ക്കും കിങ്ങിണിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അച്ചു കൊണ്ടുവരാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് 4 വീണ്ടും കോളേജിലേക്ക് തന്നെ പോയി. എങ്ങനെയുണ്ട് ജെനി നിന്റെ ജീവിതം? അച്ചുവിനെ കാത്തിരിക്കുമ്പോൾ അഞ്ജു അവളോട് ചോദിച്ചു. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? കാര്യമുണ്ട്. നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇളിച്ചുകൊണ്ട് അഞ്ജു അവളോട് പറഞ്ഞു. ഈ പെണ്ണ്. ജെനി ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊരു കൊട്ടു കൊടുത്തു. പറയുന്നേ. അഞ്ജു വീണ്ടും അവളെ നോക്കി. ഞാൻ എന്ത് പറയാനാ, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അച്ഛന്റെ ഫ്രണ്ടാണ്, അവരുടെ വീടാണ്, ചേച്ചിയെ കെട്ടിച്ചേച്ച വീടാണ്. എന്നാലും എനിക്കൊരു അപരിചിതത്വം ഉണ്ടായിരുന്നു, ഒരു തപ്പിത്തടയിൽ, ചെറിയ പേടി. നമ്മുടെ വീട് പോലെ അല്ലല്ലോ മറ്റൊരു വീട്. പക്ഷെ എന്റെ ധാരണകളൊക്കെ മാറ്റി. സീതമ്മ ഒരിക്കലും എനിക്കൊരു അമ്മായിയമ്മയായി തോന്നിയിട്ടില്ല. അമ്മ തന്നെയാണ്. പിന്നെ ചേച്ചി ഇല്ലേ അവിടെ? അച്ഛൻ മഹിയച്ഛനെ പോലെ തന്നെ. പിന്നെ ഒരു ഏട്ടൻ, എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഏട്ടൻ. മിക്കപ്പോഴും എനിക്കും ഏട്ടനും അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് വെക്കും, ചേച്ചിയുടെ പേരും പറഞ്ഞ് വഴക്കിട്ടിട്ട്. പിന്നെ എല്ലാത്തിനും പുറമെ അച്ചുവേട്ടൻ. ആ മനുഷ്യനെ ഓരോ നിമിഷവും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. എങ്ങനെ ഒരാൾക്ക് സ്നേഹിക്കാമെന്ന് ഓരോ നിമിഷവും എനിക്ക് കാണിച്ചു തരുവാണ് എന്റെ അച്ചുവേട്ടൻ. എന്റെ ജീവനാണ്. ഒത്തിരി ഹാപ്പിയാടാ ഞാൻ. എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ ഒരു ജീവിതം പോലും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോ എല്ലാം അറിഞ്ഞിട്ടും എല്ലാവരും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താടാ വേണ്ടത്? ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളത് തുടച്ച് പാച്ചുവിനെയും എബിയെയും അഞ്ജുവിനെയും നോക്കി. 3 പേരും സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം കൂടി ചളിയടിച്ചിരുന്നു. അപ്പോഴേക്കും അച്ചു വന്നു. അച്ചു അവരോട് കുറച്ചുനേരം കത്തിയടിച്ചു. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ അച്ചു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. ജെനി അവളുടെ കോളേജിലെ വിശേഷമൊക്കെ ജാനുയോടും സീതയോടും ചന്ദ്രനോടും പറഞ്ഞിരുന്നു. അവരൊരുപാട് സന്തോഷത്തോടെ അവൾക്കൊരു കേൾവിക്കാരായിരുന്നു. ഇന്ന് ഇത്രയേ ഉണ്ടായുള്ളൂ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പറഞ്ഞു നിർത്തി ജെനി എണീറ്റു. ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കോഫി എടുക്കാം, അവളുടെ കവളി തട്ടി സീത പറഞ്ഞു. ജെനി അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ജെനി മുറിയിലേക്ക് ചെന്നപ്പോൾ അച്ചു കണ്ണാടിയുടെ മുന്നിലായിരുന്നു. കഴിഞ്ഞോ? അച്ചു അവളെ നോക്കി പുച്ഛിച്ചു. ഓവ്, കഴിഞ്ഞു. ജെനിയും പുച്ഛത്തിന് ഒരു കുറവും കാണിച്ചില്ല. നീ എന്താടി ഒരുമാതിരി KG പിള്ളേരെ പോലെ വിശേഷമൊക്കെ വന്ന് പറയുന്നു? എന്റെ ഇഷ്ടം, താൻ പോടോ. ജെനി അവനെ നോക്കി ചുണ്ടുകൊട്ടി അവനെ മറികടന്നു പോയതും അച്ചു അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു. അവൾക്കൊന്നും പറയാൻ സമ്മതിക്കാതെ അവളുടെ അധരങ്ങളിലേക്ക് അവൻ ആഴ്ന്നു. ആദ്യത്തെ അമ്പരപ്പിന് ശേഷം ജെനിയും അവന്റെ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. കടിച്ചു പൊട്ടിച്ചു, പോടാ. ദീർഘചുംബനത്തിന് ശേഷം ചുണ്ടിൽ പൊടിഞ്ഞ ചോര തുടച്ച് അവൾ അവനോട് പറഞ്ഞു. കുറച്ച് സ്ട്രോങ് ആയി, സാരമില്ല, ഞാൻ പോയി വരുന്നത് വരെ പറ്റില്ലല്ലോ. അച്ചു അവളോട് പറഞ്ഞു. എങ്ങോട്ട് പോകുന്നു? ജെനി അവനെ സംശയത്തോടെ നോക്കി. എങ്ങോട്ടും ഇല്ലടി, ഞാനൊന്ന് ദീപുവിനെ കണ്ടിട്ട് വരാം. പെട്ടെന്ന് വരൂ. വരണോ? കുസൃതി ചിരിയോടെ മീശ പിരിച്ചവൻ ചോദിച്ചു. പെട്ടെന്ന് വന്നാ പെട്ടെന്ന് ചോറ് നിന്ന് ഉറങ്ങാം. കൈമരത്തിൽ നിഷ്കളങ്കമായി അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. ഞാൻ പോയിട്ട് വരാം. ആ. അച്ചു പുറത്തേക്ക് ഇറങ്ങി. ജെനി ഫ്രഷ് ആവാനും കയറി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴും അച്ചു വന്നിരുന്നില്ല. അവൻ കഴിച്ചിട്ടേ വരുമെന്ന് ജെനിയോട് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ അവളും വീട്ടുകാരുടെ കൂടെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് ജെനി മുറിയിലേക്ക് പോയി. അച്ചു വരാത്തതിനാൽ അവൾ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ചെറുതായുള്ള ചാറ്റമഴയിലേക്ക് കൈകൾ നീട്ടി കണ്ണടച്ച് പുഞ്ചിരിയോടെ അവൾ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. പെട്ടെന്ന് മുറിയിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ബാൽക്കണിയിലേക്ക് തന്നെ ഇറങ്ങി ചാറ്റമഴയിലേക്ക് കൈനീട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ചു വന്നു. അവൻ മുറിയിലേക്ക് വന്ന് ഡോർ തുറന്നതും അവന്റെ കാതിലേക്ക് ഒഴുകിയെത്തിയത് സ്പീക്കറിലൂടെ പതിഞ്ഞ ശബ്ദത്തിൽ വരുന്ന പാട്ടായിരുന്നു. അവൻ സംശയത്തോടെ മുറിയിലേക്ക് കയറി. ബെഡിലെ വെള്ള വിരി കിടക്കുന്ന റെഡ് റോസ് പെറ്റൽസും കത്തിച്ചു വെച്ച ക്യാൻഡിൽസും കണ്ട് അവന്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. എല്ലാം കണ്ടപ്പോൾ അവൻ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പതിയെ അവന്റെ ഞെട്ടൽ നിറഞ്ഞ പുഞ്ചിരിക്ക് വഴിമാറി. അവൻ പുഞ്ചിരി മായാതെ തന്നെ ഡോർ അടച്ച് ലോക്ക് ചെയ്തു. സ്പീക്കറിന്റെ അടുത്ത് ചെന്ന് കുറച്ചുകൂടി സൗണ്ട് കൂട്ടി. ബാൽക്കണി ഡോർ തുറന്നത് കണ്ടപ്പോൾ അവൻ അങ്ങോട്ടിറങ്ങി. പുറംതിരിഞ്ഞ് കൈനീട്ടി നിൽക്കുന്ന ജെനിയെ അവനൊരു നിമിഷം നോക്കി നിന്നു. ഒരു ബ്ലൂ ഫ്ലോറിൽ പ്രിന്റുള്ള സാരിയായിരുന്നു അവളുടെ വേഷം. അതിലേക്ക് സ്ലീവ്ലെസ് വൈറ്റ് ബ്ലൗസും. മുടിയെല്ലാം പരത്തിയിട്ടിരുന്നു.
അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിലൂടെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച അവളുടെ കൈകളിലേക്ക് അവന്റെ കൈകൾ അരിച്ചിറങ്ങുമ്പോൾ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ജെനി. ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട്. അവളുടെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ പറഞ്ഞു. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല. അവന്റെ കൈകളിലേക്ക് അവളുടെ കൈകൾ കോർത്തു പിടിച്ച് അവൾ അവനോട് പറഞ്ഞു. സ്പീക്കറിലൂടെ കേൾക്കുന്ന പാട്ടിനൊപ്പം അവൾ അവന് നേരെ തിരിഞ്ഞു നിന്നു. അവളുടെ വെള്ളാരം കണ്ണുകളിലെ തിളക്കത്തിലേക്കും ചുണ്ടിലെ മായാത്ത പുഞ്ചിരിയിലേക്കും അവൻ ഇമ വെട്ടാതെ നോക്കി നിന്നു. പതിയെ അവന്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നപ്പോൾ അവൾ ഒരു ചിരിയോടെ അവനെ തള്ളിമാറ്റി വീണ്ടും തിരിഞ്ഞു നിന്നു. അവൾ ഒപ്പിച്ച കുസൃതിയിൽ അവനൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവളിലേക്ക് ചേർന്ന് നിന്നു. പിൻകഴുത്തിനെ മറഞ്ഞു നിൽക്കുന്ന മുടിയെ മാടി ഒതുക്കി മുന്നിലേക്കിട്ട് അവളുടെ പിൻകഴുത്തിലവൻ മൂക്കുരസി. അവൾ ഒരു വിറയിലോടെ അവളെ ചേർത്ത് പിടിച്ച് അവന്റെ കയ്യിൽ പിടിച്ചു. അവന്റെ അതരങ്ങളും നാവും ഒരുപോലെ അവളുടെ പുറത്ത് തഴുകി നടന്നപ്പോൾ അവൾ ഒരു പിടച്ചിലൂടെ തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ചെയ്തികൾ പുഞ്ചിരിയോടെ നോക്കിയ അച്ചു അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ വിരലോടിച്ച് അവളുടെ ആലില വയർ അവന്റെ കൈകൾ അമർത്തിയപ്പോൾ അവൾ ഒരു കിതപ്പോടെ അവനെ നോക്കി. പതിവിലേറെ തിളക്കത്തോടെ അവനെ ഉറ്റുനോക്കുന്ന വെള്ളാരം കണ്ണുകളും ചുവപ്പ് രാശി പഴർന്ന കവിളിണകളും ചോര ചുണ്ടുകളും കാണും തോറും വികാരങ്ങൾ അതിനെ കടിഞ്ഞാൻ പൊട്ടിച്ചു തുടങ്ങിയിരുന്നു. അച്ചു അവളുടെ മുഖം അവന്റെ കൈക്കൊമ്പിൽ കോരിയെടുത്തു. അവളുടെ വെള്ളാരം കണ്ണുകളിൽ അവന്റെ ചുണ്ടുകൾ ചേർത്തപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ കണ്ണടച്ച് അവന് വിധേയായി നിന്നു. നാസികയിലൂടെ ഓർന്നിറങ്ങിയ അവന്റെ അതരങ്ങൾക്കൊപ്പം അവന്റെ നാവ് കൊണ്ടവൻ അവളുടെ നാസിക തഴുകി. അവന്റെ ഉമിനീരിനാൽ കുതിർന്ന അവളുടെ നാസികത്തുമ്പിൽ പതിയെ കടിച്ചുകൊണ്ടവൻ അവളുടെ ചോരച്ചുണ്ടുകളുമായി അവന്റെ അതരങ്ങൾ കോർത്തു. ജെനിയുടെ കൈകൾ അവന്റെ പുറത്ത് എന്തിനോ വേണ്ടി പരതുമ്പോൾ അവന്റെ കൈകൾ അവളുടെ ആലില വയറിനെ തഴുകിക്കൊണ്ടിരുന്നു. അവളെ അവൻ കൈകളിൽ കോരിയെടുക്കുമ്പോഴും രണ്ടുപേരും പരസ്പരം മതിമറന്ന് ചുംബിച്ചുകൊണ്ടിരുന്നു. ജെനിയുടെ കൈപ്പത്തി അവന്റെ കവളിനെ തലോടിക്കൊണ്ടിരുന്നു. മുറിയിലേക്ക് കയറി ബാൽക്കണി ഡോർ കാലുകൊണ്ടവൻ അടച്ചു. അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടത്തി. ബെഡിൽ കിടന്ന ജെനിയുടെ അതരങ്ങൾ അവൻ വേർപെടുത്തുമ്പോൾ രണ്ടുപേരും നന്നായി കിതച്ചിരുന്നു. കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. ക്യാൻഡിൽസിന്റെ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കവും വശ്യതയും വന്നതുപോലെ അവന് തോന്നി. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അവളുടെ നക്ഷത്ര മൂക്കുത്തി അവനൊന്ന് തൊട്ടു. പതിയെ മുഖം താഴ്ത്തി മൂക്കുത്തിയിൽ അവൻ അമർത്തി ചുംബിച്ചപ്പോൾ അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. കൂമ്പിയടഞ്ഞ മിഴികളുമായി കിടക്കുന്ന അവളെ കാണും തോറും അവന്റെ പ്രണയം അവളിലേക്ക് ഒഴുക്കാൻ അവൻ വെമ്പൽ കൊണ്ടു. അവളുടെ ദേഹത്തേക്ക് അവൻ അമർന്നുകൊണ്ട് അവളുടെ നെറ്റിയെ ചുണ്ടുകൾ ചേർത്തു. നെറ്റിയിൽ നിന്നും മാറ്റിയ അതരങ്ങൾക്ക് പകരം നെറ്റിയിൽ നിന്നും നാസികയിലേക്ക് അവൻ നാവുകൊണ്ട് തഴുകിയപ്പോൾ അവൾ ഒന്ന് കുതറി. പുഞ്ചിരിയോടെ അവൻ അവളെയും കൊണ്ട് മറിഞ്ഞ് അവളെ അവന്റെ മേലേക്കിടത്തി. തിളങ്ങുന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കിക്കൊണ്ട് അവന്റെ നെറ്റിയിൽ അതരങ്ങൾ ചേർത്തു. നെറ്റിയിൽ നിന്ന് നാസികയിലൂടെ അവളുടെ അതരങ്ങൾ ഊന്നിറങ്ങിയ നാസികത്തുമ്പിൽ പതിയെ പതിയെ കടിച്ചുകൊണ്ട് അവന്റെ അതരങ്ങളിലേക്ക് ആഴ്ന്നു. അവന്റെ കണ്ണുകൾ താനെ അടഞ്ഞു. സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവന്റെ കൈകൾ തഴുകുമ്പോൾ അവളുടെ കൈകൾ അവന്റെ ഇരു കവിളിലും മുടിയിലുമായി തലോടിക്കൊണ്ടിരുന്നു. പരസ്പരം മത്സരിച്ച് ചുംബിക്കുന്നതിനിടയിൽ അച്ചു അവൾ അവന്റെ മേലിൽ നിന്നും സൈഡിലേക്ക് മറിഞ്ഞപ്പോൾ അച്ചു അവളുടെ മേലേക്ക് കിടന്നു. ദീർഘ ചുംബനത്തിന് ശേഷം അതരങ്ങളെ മോചിപ്പിച്ച് അവന്റെ മത്തുപിടിപ്പിക്കുന്ന അവളുടെ താഴിച്ചുഴിയെ അവൻ വായിലാക്കി. അവളൊന്ന് വിറച്ചുപോയി. താടിച്ചുഴിയെ നാവിനെ തഴുകി അവൻ അമർത്തി ചുംബിച്ചുകൊണ്ട് മൃദുവായ ദന്തങ്ങൾ അഴ്ത്തി. അവളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന നിശ്വാസങ്ങൾ അവനെ ലഹരിയായി മാറിയപ്പോൾ അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. ഇടം കഴുത്തിൽ പതിയെ കടിച്ചുകൊണ്ട് ആഞ്ഞു ചുംബിച്ചപ്പോൾ അവളിൽ നിന്ന് ഒരു ഏങ്ങൽ പുറത്തു വന്നു. അവളുടെ കൈകൾ അവന്റെ മുടിയെ കൊത്തു വലിക്കുന്നതോടൊപ്പം അവന്റെ അതരങ്ങളും നാവും അവളുടെ കഴുത്തിൽ ഉടനീളം തഴുകിക്കൊണ്ടിരുന്നു. അവനെ ചുറ്റിപ്പിടിച്ച അവളുടെ കൈകളുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് അവന്റെ ചുംബന തീവ്രതയും കൂടിക്കൊണ്ടിരുന്നു. സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ സാരിയെ അവൻ അവളുടെ മാറിൽ നിന്നും മാറ്റി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോൾ അവളൊന്ന് ഉയർന്നു പൊങ്ങി. മാറിടങ്ങൾക്കിടയിലെ മറുകിനെ അവൻ പതിയെ കടിച്ചെടുത്തുകൊണ്ട് അവന്റെ ചുണ്ടുകൾ ചേർത്തു. ഉയർന്നു കേൾക്കുന്ന അവളുടെ ഹൃദയമെടുപ്പും ചെന്നിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളും അവനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. മാറിലൂടെ അവന്റെ കൈകളും അതരങ്ങളും അവളുടെ ആലില വയറിൽ എത്തി നിന്നപ്പോൾ അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി പിടിച്ചു. അവളുടെ കൈകൾക്കിടയിൽപ്പെട്ട് റോസാതളങ്ങൾ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. അവളുടെ ആലില വയറിനെ തലോടിക്കൊണ്ട് ഒരേ സമയം അവന്റെ അതരങ്ങളും നാവും ദന്തങ്ങളും മുദ്രണം ചാർത്തിക്കൊണ്ടിരുന്നു. നാവിന് അവളുടെ പൊക്കിച്ചുഴിയുടെ ആഴം അവൻ അളന്നപ്പോൾ അവളൊന്ന് പിടഞ്ഞു. അവളുടെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് അവളുടെ വയറിൽ അവന്റെ ദന്തങ്ങൾ ആഴ്ന്നു. അവളിൽ നിന്നും ഉയർന്ന ആർത്തനാദം അവനൊരു ലഹരിയായി മാറിയപ്പോൾ അവൻ അവളിൽ പടർന്നു കയറി. രാത്രിയുടെ ഏതോ യാമത്തിൽ അങ്കത്ത് അവന്റെ ജനനയെ സ്വന്തമാക്കുമ്പോൾ തന്റെ പുരുഷന്റെ സ്വന്തമായ നിർവൃതിയിൽ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. തളർന്നുകൊണ്ടവൻ അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ അവളെ പൂർണ്ണയാക്കിയ അവളിലെ സ്ത്രീയെ അറിഞ്ഞ അവനെ ചേർത്ത് പിടിച്ച് അവൾ അവന്റെ നെറ്റിയെ ചുംബിച്ചു.
അവളുടെ അതരങ്ങളുടെ തണുപ്പ് അവന്റെ നെറ്റിയിലൂടെ അരിച്ചിറങ്ങി അവന്റെ ശരീരം മാസകലം ആ തണുപ്പ് പടർന്നപ്പോൾ അവൻ വീണ്ടും അവളിലേക്ക് പെയ്തിറങ്ങി. അവരുടെ ഒത്തുചേരലിന് സാക്ഷിയായി പുറത്തെ ചാറ്റൽ മഴയ്ക്ക് ശക്തിയും കൂടി.